ദുബായിൽ കാൽനടയാത്രയും സൈക്കിൾ യാത്രയും കൂടുതൽ സുരക്ഷിതമാക്കാൻ വൻ പദ്ധതിയുമായി റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി. അടുത്ത 5 വർഷത്തിനിടെ 31 പുതിയ കാൽനട പാലങ്ങളും തുരങ്കങ്ങളും നിർമ്മിക്കാൻ RTA അംഗീകാരം നൽകി. ദുബായിലെ പ്രധാന കേന്ദ്രങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ച് 2026 മുതൽ 2030 വരെയുള്ള കാലയളവിൽ 31 പുതിയ കാൽനട പാലങ്ങളും തുരങ്കങ്ങളും നിർമ്മിക്കുന്ന പദ്ധതിക്കാണ് RTA അംഗീകാരം നൽകിയത്. ജനസാന്ദ്രത, വാണിജ്യ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ സാമീപ്യം, പൊതുഗതാഗത സംവിധാനങ്ങളുമായുള്ള ബന്ധം എന്നിവ വിലയിരുത്തിയ ശേഷമാണ് പദ്ധതിയുടെ സ്ഥലങ്ങൾ തെരഞ്ഞെടുത്തത്. കാൽനട യാത്രക്കാരുടെയും സൈക്കിൾ യാത്രക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. എല്ലാവർക്കും സുരക്ഷിതവും സുസ്ഥിരവുമായ യാത്രാ സൗകര്യം ഒരുക്കുക എന്ന UAE നേതൃത്വത്തിന്റെ കാഴ്ചപ്പാടിന്റെ ഭാഗമായാണ് പദ്ധതിയെന്ന് RTA ഡയറക്ടർ ജനറലും എക്സിക്യൂട്ടീവ് ഡയറക്ടർ ബോർഡ് ചെയർമാനുമായ മാത്തർ അൽ തായർ പറഞ്ഞു. ദുബായിയെ കാൽനട യാത്രക്കാർക്കും സൈക്കിൾ യാത്രക്കാർക്കും ഏറ്റവും അനുയോജ്യമായ നഗരമാക്കി മാറ്റാൻ ഈ പദ്ധതികൾ സഹായിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടെ ദുബായിലെ കാൽനടപ്പാലങ്ങളുടെ എണ്ണത്തിൽ വൻ വർധനയാണ് ഉണ്ടായത്. 2006-ൽ 26 പാലങ്ങൾ മാത്രമുണ്ടായിരുന്ന സ്ഥാനത്ത് 2025 അവസാനത്തോടെ അത് 178 ഉയർന്നു. 2030 പൂർത്തിയാകുന്ന പുതിയ 31 പാലങ്ങൾ ഷെയ്ഖ് സയദ് റോഡ്, കിങ് സൽമാൻ ബിൻ അബ്ദുൽ അസീസ് അൽ സൗദ് സ്ട്രീറ്റ്, അൽ എത്തിഹാദ് റോഡ്, ഉമർ ബിൻ അൽ ഖത്താബ് സ്ട്രീറ്റ് എന്നിവിടങ്ങളിലാകും നിർമ്മിക്കുക. സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കിയതോടെ കാൽനട യാത്രക്കാരുടെ മരണനിരക്കിൽ 98% കുറവാണ് രേഖപ്പെടുത്തിയത്. 2007-ൽ 1 ലക്ഷം പേരിൽ 9.5 മരണനിരക്ക് 2025-ൽ 0.22 കുറഞ്ഞു. ജനം, ദുബായ്.